കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. കോൺഗ്രസ് രണ്ടായി പിളർന്നിരിക്കുകയാണ് ഇപ്പോൾ. ദീപാദാസ് മുൻഷിയെ പുറത്താക്കണമെന്ന് കേരളത്തിലെ സുധാകരൻ ബ്രിഗേഡ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ദീപാദാസ് മുൻഷി സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഹൈക്കമാൻഡിന് ശുപാർശ ചെയ്തിരുന്നു. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ വ്യക്തിപരമായി കണ്ട് അവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും നിർദ്ദേശവും അവർ നൽകിയത്. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും സുധാകരനെ കൊണ്ട് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും ഒക്കെ ദീപാദാസ് മുൻഷി പറഞ്ഞിരുന്നു ഹൈക്കമാൻഡിനോട്. പക്ഷേ സുധാകരൻ പക്ഷം ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നു ദീപയ്ക്കെതിരെ. കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് ദീപയെ മാറ്റണം എന്നുള്ളതാണ് സുധാകര പക്ഷത്തിൻ്റെ ആവശ്യം. മാത്രമല്ല, ദീപാദാസ് മുൻഷി ഒരു പ്രത്യേക ലോബിക്ക് വിധേയയായി പ്രവർത്തിക്കുന്നു എന്നും സുധാകരൻ ബ്രിഗേഡ് ആരോപിച്ചിരിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത, സുധാകരൻ പറഞ്ഞിരിക്കുന്നു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല, താൻ ഇപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന തന്നെ മാറ്റണമെന്ന് പറയാൻ ദീപാദാസ് മുൻഷിക്ക് എന്താണ് അധികാരം? അവർക്ക് ആര് ഈ അധികാരം കൊടുത്തു? ഇതൊക്കെയാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്. സുധാകരൻ അധികാരമേറ്റെടുത്തപ്പോൾ പറഞ്ഞത് കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കി മാറ്റും എന്നാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല. കോൺഗ്രസ്സായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. പരസ്പരം തല്ലുന്ന ഒരു പ്രസ്ഥാനം, യാദവ കുലം പോലെ തമ്മിൽ തല്ലുന്ന ഒരു പ്രസ്ഥാനം, അതുതന്നെയാണ് വർത്തമാനകാലത്തെ കോൺഗ്രസ് എന്നത് ഇപ്പോഴും യാഥാർത്ഥ്യമായിരിക്കുന്നു. ദീപാദാസ് മുൻഷി സുധാകരനെ മാറ്റണം എന്ന പക്ഷക്കാരിയാണ്. സുധാകരൻ മാറിയാൽ മാത്രമേ കോൺഗ്രസ് ഒത്തൊരുമയോടുകൂടി പോവുകയുള്ളൂ എന്ന് അവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകി. അവരുടെ റിപ്പോർട്ടിനെയാണ് സുധാകരൻ വലിച്ചു കീറി ഭരണത്ത് എറിഞ്ഞിരിക്കുന്നത്. ദീപാദാസ് മുൻഷി ഇനി കേരളത്തിൽ വേണ്ട എന്നുള്ളതാണ് സുധാകരൻ്റെ ആവശ്യം. അതാണ് സുധാകരൻ്റെ അനിവാര്യത. തെരഞ്ഞെടുപ്പ് അടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സുധാകരൻ പടപ്പുറപ്പാടിന് തന്നെ ഇറങ്ങിയിരിക്കുന്നു. താൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ശക്തമായി തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനം താൻ രാജിവെക്കാൻ തയ്യാറല്ല. അങ്ങനെ രാജിവെക്കണമെന്ന് പറയാൻ ദീപാദാസ് മുൻഷിക്ക് അവകാശമില്ല. അതിനുള്ള അധികാരവും അവർക്കില്ല. അതാണ് സുധാകരൻ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ദീപാദാസ് മുൻഷിയും സുധാകരനും തമ്മിലുള്ള പോര് ഒരു പുതിയ തലത്തിൽ എത്തി നിൽക്കുന്നു. ദീപാദാസ് മുൻഷിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമായ സ്ഥിതിക്ക് സുധാകരനെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യതയാണ്. അവർക്ക് അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ല, പക്ഷേ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ദീപാദാസ് മുൻഷി കേരളത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്ന വ്യക്തിയാണ്. അങ്ങനെ കൃത്യമായ റിപ്പോർട്ട് നൽകുന്ന നേതാവാണ്. ആ ദീപാദാസ് മുൻഷിയാണ് ഇപ്പോൾ സുധാകരൻ തള്ളി പറഞ്ഞിരിക്കുന്നത്, സുധാകരൻ ബ്രിഗേഡ്. ഇതോടുകൂടി രണ്ട് ഗ്രൂപ്പായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഒരു വിഭാഗം ഗ്രൂപ്പ് ദീപാദാസ് മുൻഷിയുമായി അടുത്ത് നിൽക്കുന്നു, മറുവിഭാഗം സുധാകരനുമായി അടുത്ത് നിൽക്കുന്നു. എന്തായാലും ദീപാദാസ് മുൻഷിക്കെതിരെ ശക്തമായ നീക്കമാണ് സുധാകരൻ ബ്രിഗേഡും നടത്തുന്നത്. തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്താക്കാൻ പറ്റില്ല
എന്നാണ് സുധാകരൻ ദീപദാസ് മുൻഷിക്ക് ഇതിലൂടെ കൊടുത്തിരിക്കുന്ന സന്ദേശം. ദീപദാസ് മുൻഷി ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് വലിയൊരു അർത്ഥമുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അവർക്കും അഭിമാനമുണ്ട്. അഭിമാനമാണ് സുധാകരനെ പുറത്താക്കുക എന്നുള്ളത്. സുധാകരനെ പുറത്താക്കിക്കൊണ്ട് ദീപദാസ് മുൻഷി പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് സുധാകരൻ വഴങ്ങുന്നില്ല. വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അതിന് സുധാകരന് കഴിയത്തുമില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അധികാരം അയാൾക്ക് പ്രധാനമാണ്. അധികാരം അയാൾക്ക് വലിയൊരു വലിയൊരു ദുർബലതയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ മാറ്റാൻ ദീപദാസ് മുൻഷി നടത്തുന്ന നീക്കങ്ങൾ സുധാകരൻ തിരിച്ചറിയുന്നു. തന്നെ മാറ്റാൻ ദീപദാസ് മുൻഷി നടത്തുന്ന നീക്കങ്ങൾ സുധാകരൻ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, അതിന് അദ്ദേഹം ബദൽ രേഖകളുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമാകുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമായി മാറുകയാണ്. ദീപദാസ് മുൻഷിക്ക് ഒപ്പമാണ് രമേശ് ചെന്നിത്തലയും മറ്റുള്ളവരും ഒക്കെ. മറുഭാഗത്ത് സുധാകരൻ ഏകശിലാ ഫലകം പോലെ നിൽക്കുന്നു. തന്നെ അങ്ങനെയെന്നും തള്ളിക്കളയാൻ, തന്നെ അങ്ങനെയെന്നും മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ദീപദാസ് മുൻഷി എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ ബാധിക്കുന്നില്ല എന്നാണ് സുധാകരൻ തെളിയിച്ചിരിക്കുന്നത്. ഇരുവരും ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നു. ദീപദാസ് മുൻഷി പറയുന്നത് സുധാകരനെ മാറ്റിയാലേ കേരളത്തിലെ കോൺഗ്രസ് നന്നാവൂ, സുധാകരനെ മാറ്റിയാലേ കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് സാധ്യമാകൂ. സുധാകരൻ പക്ഷം പറയുന്നത് ദീപദാസ് മുൻഷിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശാപം എന്നാണ്. ദീപദാസ് മുൻഷി പറയുന്നതനുസരിച്ച് ഹൈക്കമാൻഡ് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നാണ്. എന്തായാലും രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ദീപദാസ് മുൻഷി അഖിലേന്ത്യാ തലത്തിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ്. കോൺഗ്രസിൻ്റെ ഗതിവിഗതകൾ നിയന്ത്രിക്കുന്ന നേതാവാണ്. കേരളത്തിൽ സുധാകരനെ മാറ്റി നിർത്തി കോൺഗ്രസ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം സുധാകരൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിൽ ഉണ്ട്. അത് ശക്തമായ ഒരു വിഭാഗം തന്നെയാണ്. ദീപദാസ് മുൻഷിയും സുധാകരനും തമ്മിലുള്ള യുദ്ധം രണ്ട് തലത്തിൽ എത്തി നിൽക്കുകയാണ്, വലിയൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ്. ഒന്നുകിൽ ദീപദാസ് മുൻഷി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകും. രണ്ടിലൊരാൾ മാത്രം മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡും എത്തി നിൽക്കുന്നു. ദീപദാസ് മുൻഷിയുടെ ഭാവി എന്താകും? അവർ പറയുന്നത് സുധാകരനെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ നേരെയാക്കാൻ പറ്റില്ല എന്നാണ്. സുധാകരൻ പറയുന്നത് ദീപദാസ് മുൻഷിയാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നാണ്. എന്തായാലും ഇരുവരും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഇരുവരും തമ്മിലുള്ള യുദ്ധം വലിയൊരു സങ്കീർണതയിലേക്ക്, വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസിനെ നയിച്ചിരിക്കുന്നു.